നമുക്കേവർക്കും പ്രിയങ്കരനായിരുന്ന അഭിമന്യ ജേക്കബ് തൂങ്കുഴി പിതാവ് നിത്യതയിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന നിത്യകിരീടം പിതാവിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, നല്ല ഓട്ടമോടി, വിശ്വാസം സംരക്ഷിച്ചു എന്ന പൗലോസ് അപ്പോസ്തലൻ്റെ ആത്മ അവകാശവാദങ്ങൾ പിതാവ് സ്വർഗത്തിൻ്റെ കവാടത്തിലെത്തുമ്പോൾ സ്വർഗപിതാവിനോട് പങ്കുവെക്കുകയും ഒരുക്കിയിരിക്കുന്ന നീതിയുടെ കിരീടം പിതാവിന് നൽകട്ടെ എന്ന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അഭിമന്യ പിതാവ് താമരശ്ശേരിയിൽ ഉണ്ടായിരുന്ന ഹ്രസ്വമായ കാലഘട്ടങ്ങൾ, വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ താമരശ്ശേരിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ അവസരത്തിൽ രൂപതാ കേന്ദ്രത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പിതാവുമായിട്ട് അടുത്ത് ഇടപഴകാനുള്ള വലിയ ഒരു അവസരമാണ് എനിക്ക് കിട്ടിയത്. 96 അതുപോലെ ഞങ്ങൾ ഒരുമിച്ച് ആ പരിചയപ്പെട്ട ആ ഒരു സൗഹൃദം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നു. ഓഗസ്റ്റ് മാസം അവസാന ആഴ്ചയിൽ എനിക്ക് പിതാവിനെ പോയി കാണുകയും കുറച്ച് സമയം പിതാവിനോടൊപ്പം ആയിരിക്കാനും സാധിച്ചു. അന്ന് മനോഹരമായൊരു പുഞ്ചിരി തിരികെ തരാനേ പിതാവിന് സാധിച്ചിരുന്നുള്ളൂ, സംസാരിക്കാൻ കഴിയുമായിരുന്നില്ല. ഈ വർഷങ്ങളുടെ നീണ്ട അനുഭവവും പരിചയവും ചേർത്ത് വായിക്കുകയാണെങ്കിൽ എനിക്ക് ഉറപ്പായിട്ട് പറയാൻ സാധിക്കും, ദൈവത്തിൻ്റെ ഹൃദയം തൊട്ട വ്യക്തിയായിരുന്നു പിതാവ്. ദൈവത്തെ ആഴത്തിൽ കണ്ടു. ക്രിസ്തു സ്നേഹം പൂർണ്ണമായിട്ടും ഉൾക്കൊണ്ട വ്യക്തിയായിരുന്നു. കാരിത്താസ് ക്രിസ്തി ഊർജസ്നോസ്, ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു, അതായിരുന്നല്ലോ പിതാവിൻ്റെ ആപ്തവാക്യമായിട്ട് പിതാവ് സ്വീകരിച്ചത്. ഒരു ഈറ്റുനോവ് അനുഭവിക്കുന്നു, എന്നെ നിർബന്ധിക്കുകയാണ്. യഥാർത്ഥത്തിൽ ആഴമായ ദൈവസ്നേഹത്തിൽ നിന്നാണ് പിതാവ് തൻ്റെ ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുകൊണ്ടിരുന്നത്. ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമായിരുന്നു പിതാവ്. സഭയുടെ മനോഹരമായ ശുശ്രൂഷകളുടെ രഹസ്യാത്മകത ദർശിക്കണമെങ്കിൽ അതിനുള്ളൊരു അവസരം കൂടിയാണ് പിതാവിൻ്റേത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും തലശ്ശേരിയിലേക്ക് എത്തുക, തലശ്ശേരിയിൽ നിന്ന് ഉന്നത പഠനത്തിനായിട്ട് റോമിലേക്ക് പിതാവിനെ അയക്കുക, മറ്റ് രാജ്യങ്ങളിലേക്ക് അയക്കുക. ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ച കാലഘട്ടത്തിൽ മലബാറിലെ പ്രധാനപ്പെട്ട രൂപതയായ മാനന്തവാടിയിൽ ആദ്യത്തെ മേൽപ്പട്ടക്കാരൻ എന്ന നിലയിൽ ശുശ്രൂഷ നിർവഹിക്കുക. തുടർന്ന് താമരശ്ശേരിയിലും പിന്നീട് തൻ്റെ ശുശ്രൂഷകളുടെ അവസാന കാലഘട്ടം തൃശ്ശൂരിലും പൂർത്തിയാക്കുക. ഈ കാലഘട്ടമെല്ലാം പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിലൂടെ സഭയ്ക്ക് ലഭിച്ച നന്മകളെ ഓർക്കുമ്പോഴെല്ലാം നമുക്ക് എന്നും കർത്താവിൻ്റെ സഭയുടെ ഈ വലിയ രഹസ്യാത്മകതയിലേക്ക് നമ്മെ കൈപിടിച്ച് നടത്തുന്നതാണ്. പിതാവ് ഏറ്റവും സൗമ്യമായ ഭാവമുള്ള വ്യക്തിയായിരുന്നു. സൗഹൃദം എല്ലാവരോടും സൂക്ഷിക്കുമായിരുന്നു, വളരെ മധുരമായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ എന്തെന്ത് നന്മകളാണ് പിതാവിനെക്കുറിച്ച് പറയാൻ സാധിക്കുന്നത്. പിതാവിന് ഇത്ര സോഫ്റ്റായിട്ട് സംസാരിക്കാനും ഇടപഴകാനും സാധിക്കുന്നതിൻ്റെ കാരണം എന്താണ്? ഒരു സാധാരണ വ്യക്തി തന്നെ, നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനായിരുന്നു പിതാവ് എന്ന് നമുക്കറിയാം. പക്ഷേ നമ്മേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും ശാന്തമായും മധുരമായിട്ടും ദൈവകൃപ നിറഞ്ഞ് പ്രവർത്തിക്കാൻ സാധിച്ചതിൻ്റെ കാരണം അദ്ദേഹം ഈശോയുടെ ഹൃദയത്തിലായിരുന്നു തന്നെ സമർപ്പിച്ചത്. പിതാവിനെ അടുത്ത് അറിയാവുന്നതുകൊണ്ട് എനിക്ക് പറയാൻ സാധിക്കും, പിതാവ് പൂർണ്ണമായിട്ടും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച വ്യക്തിയായിരുന്നു. കൈപിടിച്ച് നടത്താൻ ആരാ കൂടെയുള്ളത്? അമ്മ, പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നു. അപ്പോൾ ഈശോയുടെ ഹൃദയത്തിൽ സമർപ്പിക്കുകയും കൈപിടിച്ച് അമ്മ നടത്തുകയും ചെയ്യുമ്പോൾ പിന്നെ ഭയപ്പെടാൻ എന്താണുള്ളത്? ഇതായിരുന്നു പിതാവിനെ നയിച്ചിരുന്ന
പ്രചോദനമായിരുന്ന ശക്തി. ഇത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ധാരാളം കാര്യങ്ങൾ പറയാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം മാത്രമേ പങ്കുവെക്കുന്നുള്ളൂ, പിതാവിൻ്റെ പ്രാർത്ഥനാ ജീവിതമാണ്. ഇവിടെ ഞങ്ങൾ ഒരുമിച്ച് തരുന്ന ഹ്രസ്വമായൊരു കാലഘട്ടം, തിരക്കുകൾക്കിടയിലായിരുന്നു പിതാവുമായിട്ടൊന്ന് സംസാരിക്കാൻ പോലും നമുക്ക് സമയം കിട്ടുമായിരുന്നില്ല. കാരണം എപ്പോഴും ആളുകൾ ജോലിയിലാണ്, യാത്രയിലാണ്. പക്ഷേ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, രാത്രിയിൽ 12 മണി 1 മണി വരെയൊക്കെ ഇരുന്ന് പിതാവ് ജോലി ചെയ്യും. സെക്രട്ടറിയോട് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത്, ടൈപ്പ് റൈറ്റിംഗ് അല്ലേ അന്നുണ്ടായിരുന്നു, അതെല്ലാം എഴുതിക്കും. അത് കഴിഞ്ഞ് എല്ലാവരും സഹായം ഉള്ളവരെല്ലാം പോയി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയധികം ലേറ്റായാൽ പോയി കിടക്കുകയല്ലേ. എന്നാൽ പിതാവ് തൻ്റെ ജോലി തുടങ്ങുകയാണ്. എന്ത് ജോലി? പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. അദ്ദേഹം ചാപ്പലിലേക്ക് വന്ന് മണിക്കൂറുകളാണ് പിന്നീട് അവിടെ ഇരിക്കുന്നത്. പിതാവ് വെളുപ്പിനാണ് പിന്നെ പോയി കിടക്കുന്നത്. 1-2 മണിക്കൂർ എല്ലാ ദിവസവും ദിവ്യകാരുണ്യത്തിൻ്റെ മുൻപിൽ എത്ര ക്ഷീണിതനാണെങ്കിലും തിരക്കുണ്ടെങ്കിലും ചിലവഴിക്കുമായിരുന്നു. ഇനി മറ്റുദാഹരണമൊന്നും ആവശ്യമില്ലല്ലോ. പിതാവ് എങ്ങനെ ഒരു വിശുദ്ധിയുടെ ജീവിതം നയിച്ചു, മറ്റുള്ളവരോട് ഇത്ര സൗമ്യതയോടെ ഇടപഴകാൻ സാധിക്കുന്നു. പിതാവ് നടന്നുപോയ വഴികളിലെല്ലാം ദൈവാനുഗ്രഹം എന്തുകൊണ്ട് കൂടി ഉണ്ടായിരുന്നു? മറ്റൊന്നുമല്ല, പിതാവ് പ്രാർത്ഥനയുടെ ഒരു മനുഷ്യനായിരുന്നു. ഈശോയുടെ തിരുഹൃദയം പരിശുദ്ധ അമ്മ മുറുകെ പിടിച്ചു. അതുകൊണ്ട് എപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടി അദ്ദേഹം ഈറ്റുനോവ് അനുഭവിച്ചു. ക്രിസ്തുവിൻ്റെ സ്നേഹം അദ്ദേഹത്തെ നിർബന്ധിച്ചു. നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം, നിത്യതയുടെ കിരീടം അദ്ദേഹത്തിന് നൽകണമേ എന്ന്. ഇനി നമ്മുടെ പ്രാർത്ഥനകളാണ് പിതാവിനോടുകൂടി ഉണ്ടായിരിക്കുക. നമ്മുടെ സ്നേഹം പിതാവുമായിട്ട് നമുക്ക് പങ്കുവെക്കേണ്ടത് നമ്മുടെ പ്രാർത്ഥനയിലൂടെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ് സ്വർഗത്തിലിരുന്ന് നമുക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കട്ടെ. രൂപതയുടെ മുഴുവനും ആദരാഞ്ജലി.